എന്താ നിന്റെ പ്രശ്നം? സാറേ, ഞാൻ വയറിങ്ങിന്റെ പണിയാണ്. ആഴ്ചയിൽ 5 ദിവസം പണിക്ക് പോകും. 2 ദിവസം ലീവ് എടുത്ത് പെണ്ണ് കാണാൻ പോകും. കാറിൽ പെട്രോൾ അടിച്ചിട്ട് പെണ്ണ് കാണല. 5 വർഷമായി പെണ്ണ് കാണുന്നു. ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കി തരണം. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി അല്ലേ സുനീഷ്? പക്ഷെ ഒരു കണ്ടീഷൻ, ഒരേ ഒരു കണ്ടീഷൻ. കല്യാണ നിശ്ചയത്തിന്റെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ കമ്മീഷൻ 1 ലക്ഷം രൂപ സ്പോട്ടിൽ കിട്ടണം. ആടത്ത് പണി വരമ്പത്ത് കൂലി. അതാണ് SG മാട്രിമോണി അല്ലേ സുനീഷ്? അതാണ് എനിക്കിഷ്ടം. സാറേ, ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൊവ്വേ നാളെ. അപ്പോ മോ പോയി കുളിച്ച് ഫ്രഷായി നാളെ പെണ്ണ് കാണാൻ റെഡി ആയിട്ട് പോരെ. നമുക്ക് പെണ്ണ് കാണാം. സാറേ, ഈ സാറൊന്നും സംസാരിക്കില്ലേ? അല്പം ടഫാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. മോക്ക് ചെക്കന് ഇഷ്ടായല്ലോ അല്ലേ മോനോ? ഡബിളൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം അല്ലേ സുനീഷ്? അപ്പൊ അച്ഛന്മാര് വന്നേ കൈ കൊടുത്ത് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അച്ഛാ, 2 ദിവസം ഓളെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. പരിധിക്ക് പുറത്തുനിന്ന് പറയുന്ന അച്ഛാ, ഓൾ ഫോൺ എടുക്കുന്നില്ല അച്ഛാ. ഹലോ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആരെയും ചോദിച്ചാ പെണ്ണ് വേറത്തിന്റെ കൂടെ വിളിച്ചു കൊടുപ്പി. ആ ദുഃഖത്തിൽ നിങ്ങൾ രണ്ടുപേരും നാട് വിട്ടു പോയി. അത്രയും അല്ലേ സുനീഷ്? ഇവിടെ ഈ പെണ്ണിനെ സെറ്റാക്കി കൊടുക്കുന്ന കേട്ടില്ലല്ലോ. ഒരു 3 ചെയ്യുന്നതായിരിക്കും. ചെയ്യുന്നതന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ. എനിക്ക് 300 മതി. നിന്റെ 1 കിലോ ഏല ബാക്കി പൈസ 1 കിലോ ഏല എങ്ങോട്ടാ കല്ല് കൊണ്ടുവന്നതിനാണുള്ള പഹ പാർക്കുന്നത്.
എന്തിനാ ഇത് നല്ല പിടക്കണ അയിലല്ലേ സാറേ? ഇതെന്താ സാറേ, കടലിനുള്ളിലാണല്ലോ ഓക്സിജൻ കൂടുതലുള്ളത്. ഇലകളും ചെടികളും ഉള്ളത് കൊണ്ട് മീൻ വല്ല ബുഷും തിന്നായിരിക്കും സാർ. കടലിൽ പേക്കലിന്റെ അച്ഛൻ അച്ഛനില്ല സാറേ. മീൻ കൂടെ കഞ്ചാ വെക്കുന്ന ഈ കടലിന് മറവിലല്ലേ സാറേ, മീനിന്റെ ഉള്ളിലല്ലേ? രണ്ടിന്റെ മീൻ കച്ചവടം ഞാൻ കൊടുത്തു. അയ്യോ ഹലോ, നമ്മളെ രാഘവേട്ടൻ്റെ മോൻ ശ്രീകുട്ടനും മനോജിൻ്റെ മോളും മാധവും കൂട്ടുണ്ട് ബൈക്ക് മേലെ അങ്ങനെ പോന്ന്. അപ്പൊ ആ മക്കളെ കൊണ്ട് നോണ പറഞ്ഞുണ്ടാക്കാം. കൊണ്ടടി ഫോണ്. ഇത് ഞാൻ ഡിലീറ്റ് ആക്കട്ടെ. പിന്നല്ലേ നമ്മളെ രാഘവേട്ടൻ്റെ മോനും മനോജേട്ടൻ്റെ മോളും കൂടി വണ്ടീൻ്റെ മോളും വെറുതെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ഒരസ്യം അങ്ങോട്ട് പോണം. സുപ്രഭാതം. എടാ ഇയാളെ കിടന്നോ? രാഘവന്റെ മോൻ ശ്രീകുട്ടനും അന്റെ മോളും ബൈക്കിൽ കെട്ടിപ്പിടിച്ച് പോവാ. ഒരു തമ്മിൽ അവിഹിതോ. രാഘവന്റെ പോയി ശ്രീകുട്ടനാ അവനെ വെട്ടി ഞാൻ കൊല്ലും. ആ ശ്രീകുട്ടനും നമ്മുടെ മോളും തമ്മിൽ അവിഹിതം കൊല്ലും ഞാൻ അവനെ. രാഘവ പട്ടി പോവാനാണ് വേറെ ആരും കിട്ടില്ല. എന്താ മനുഷ്യ കളിക്കുന്നത്? നമ്മളെ മോളും ആ രാഘവന്റെ മോനും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് കൊത്തി അറിയണുണ്ടോന്ന് ഞാൻ. മനോജെ, എന്താ ഉഷേച്ചി? ഈ മൂർച്ചയില്ലാത്ത കൊടുവാളം കൊണ്ട് എങ്ങോട്ടാ മനോജ പോകുന്നേ? മൂർച്ചയുള്ള കൊടുവാളം ഉച്ചേച്ച് തരാം. ഉപദേശം ഉഗാണ്ട വർത്താനോ ഒരു വായി. അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്? ഓരോരുത്തർ അവിഹിതം ഉണ്ടാക്കുന്നേ. അച്ഛനൊന്ന് പറയുന്നത് കേക്കച്ച. എന്ത് പ്രാന്ത ഈ കാണിക്കുന്നത്? ഇത് അവിടെയാന്ന് വീട്. ഇവിടെ എന്തിനാന്ന് അച്ഛനൊന്ന് പറയുന്നത് കേക്ക്. കൊള്ളാം, അവിടെ ഇരിക്കണ. അവന്റെ വീട്ടിലും കോഴി അവനും കോഴി. ഇങ്ങോട്ടോ അച്ഛനെ കാ ചിലക്കാണ്ട് വാടിഞ്ഞു. ആ ശ്രീകുട്ട വിളിച്ചേട്ടോ. ഹായ് മാധു. ജനിച്ച് ഇത്രയും നാളാ എന്റെ കുട്ടിയെ ഞാൻ വിളിച്ചിട്ടില്ല ഹായ് മാധു. ഇല്ല, ഇനി അതും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണം. മോനെ ഒന്ന് പൊന്തിയേ. എന്തോ എനിക്കറിയില്ല എന്താണ് പ്രശ്നം. എന്റെ മോളും ശ്രീകുട്ടനും തമ്മിൽ അവിഹിതം. അതുകൊണ്ട് എന്റെ വീട്ടിലെ കത്തിയെടുത്തോണ്ട് ഞാൻ വെട്ടാൻ വന്നപ്പോ എന്നെ തടുക്ക. ഇവനെ വെട്ടല്ലേ വെട്ടി കൊല്ലാ വേണ്ടേ? എവിടാ തള്ള വിളിക്കണം അങ്ങോട്ട്? തൊഴിലുറപ്പിന് പോയി. തൊഴിലുറപ്പിനോ? എടാ ഇത്രയും പ്രായമുള്ള ആ തള്ളനെ തൊഴിലുറപ്പിന് വിട്ടിട്ട് ഇത്ര ആരോഗ്യമില്ലെങ്കിൽ ഇവിടെ വീട്ടിലിരിക്കുക. തൊഴിലുറപ്പിന് പോയിന്നല്ലടാ, കുറ്റം പറയാൻ പോയിന്ന് പറയും. തൊഴിലുറപ്പ് ടീമാ? എന്തായാലും ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും പിരിഞ്ഞു പോകണം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഓൻ അടിക്കാതെ അടിച്ചില്ലേ? ഇറങ്ങിക്കോളൂ, എല്ലാരും മതിയടാ. പഞ്ചിട വിലൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇതുവരെ കള്ളുടിച്ചാർന്നോ? പെട്ടെന്ന് നമ്പൂരി ഭാഷയാ. എടാ ശ്രീകുട്ടാ, ഇങ്ങോട്ട് വാ. എന്നോട് കാര്യമായിട്ടൊരു കാര്യം പറയാണ്ട്. പിന്നെ ഇതൊന്ന് വേഗോട്ട് വലിക്കും. മെല്ലെ വലിച്ചടാ. പെണ്ണിനെ വലിച്ചാൽ ഇന്നെ വലിക്കല്ലേ. പിന്നെ നീ മേലാൽ അന്റെ പേരിൽ ഞാൻ അവിധം കേട്ടാൽ ഈ പഞ്ചായത്ത് ഞാൻ പുറത്താക്കും. മനസ്സിലാക്കണോ? മെമ്പറെ, ഞാൻ ചെയ്യാത്ത തെറ്റിനങ്ങളെ അടിച്ച് ഇതിന് ഞാൻ പണി തന്നിരിക്കും, ഉറപ്പാ. ആദ്യം എന്താ പണിക്ക് പോടാ ചക്ക. എടാ ചകിരിത്തല എന്നോടും കൂടെ പറയണേ. എന്താ പണിക്ക് പോടാ? എന്താണ് ബ്രോ? എന്താണ് ബ്രോ? നനയ്ക്കൂല, കുളിക്കൂല, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നടക്കുക. എന്താണ് ബ്രോ? ചിൽ ബഡി ചിൽ.